ഹരേ രാമ ഹരേ കൃഷ്ണ. നാളെ കാമിക ഏകാദശിയാണ്. കാമിക ഏകാദശിയുടെ മഹത്വങ്ങളും പുരാണങ്ങളും. ശ്രാവണ മാസത്തിൽ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. കറുത്തവാവ് കഴിഞ്ഞ് 11-ാം ദിവസം വരുന്ന ഏകാദശി ശുക്ലപക്ഷ ഏകാദശിയെന്നും വെളുത്തവാവ് കഴിഞ്ഞ് 11-ാം ദിവസം വരുന്ന ഏകാദശി കൃഷ്ണപക്ഷ ഏകാദശിയെന്നും പറയുന്നു. ഈ ഏകാദശി മഹത്വങ്ങൾ ഭഗവാൻ കൃഷ്ണനാണ് പാണ്ഡവരുടെ വനവാസകാലത്ത് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ മഹത്വങ്ങൾ. ഭഗവാൻ ഈ ഏകാദശിയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നത് ഈ കാമിക ഏകാദശിയുടെ മഹത്വങ്ങൾ കേൾക്കുന്ന ഒരാൾക്ക് അശ്വമേധയാഗം നടത്തിയ ഗുണമാണ് ലഭിക്കുന്നത്. കാമിക ഏകാദശി അനുഷ്ഠിക്കുന്ന ആൾക്ക് ഒരു പശുവിനെയും അതിൻ്റെ കിടാവിനെയും ദാനം ചെയ്യുന്ന പുണ്യം കിട്ടുമെന്നാണ് പറയുന്നത്. മുൻജന്മ പാപങ്ങൾ ഇല്ലാതാവുകയും മുക്തി ലഭിക്കുകയും ചെയ്യും. ഏതൊരാളാണോ 18 പുരാണങ്ങളും വായിക്കുന്നത് അതിനേക്കാൾ പുണ്യം ഈ കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കിട്ടും. ദേവശയനി ഏകാദശി മുതൽ ഭഗവാൻ യോഗനിദ്രയിലായിരിക്കും. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിൽ മാത്രമേ ഭഗവാൻ ഉണരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 4 മാസം ഭഗവാന് പൂജകൾ ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ഏറ്റവും വിശേഷപ്പെട്ടതാണ് കാമിക ഏകാദശി. കാമിക ഏകാദശി അനുഷ്ഠിക്കുന്ന ദിവസം തുളസി കൊണ്ട് അർച്ചന ചെയ്താൽ പാപങ്ങൾ തൊടുകയോ ഇല്ലെന്നാണ് പറയുന്നത്. താമരപ്പൂവിൻ്റെ ദളങ്ങളിൽ ജലം നിൽക്കാത്തതുപോലെ പാപം നമ്മെ സ്പർശിക്കുകയില്ല. ഭഗവാന് ഏറ്റവും ഇഷ്ടം തുളസിയില കൊണ്ട് അർച്ചന ചെയ്യുന്നതാണ്. തുളസി സ്പർശനം പോലും ഇന്നേ ദിവസം വളരെ നല്ലതാണ്. കാമിക ഏകാദശി ദിവസം പുതിയൊരു തുളസി തൈ നടുകയാണെങ്കിൽ ഭഗവാന്റെ വൈകുണ്ഠത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത്രയും പുണ്യമാണ് നമ്മൾ കാമിക ഏകാദശിക്ക് തുളസി ദേവിക്ക് നെയ്ദീപം കൊളുത്തുന്നതിലൂടെ കിട്ടുന്നത്. അതിനൊപ്പം തന്നെ ഭഗവാനും നെയ്ദീപം കൊളുത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ പൂർവികർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാമെന്ന് പറയുന്നു. ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഗംഗാനദിയിലും സരോവരത്തിലും നൈമിഷാരണ്യത്തിലും സ്നാനം ചെയ്താൽ കിട്ടുന്ന പുണ്യം കാശിയിൽ പോയി ദർശനം നടത്തിയാൽ കിട്ടുന്ന പുണ്യങ്ങളാണ്. ഈ വ്രതം അത്രയും പരിശുദ്ധമായ മനസ്സോടെയും കാമക്രോധ മോഹലോഭങ്ങൾ ഇല്ലാതെ മനസ്സും ശരീരവും ശുദ്ധിയോടെ എടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുൻജന്മ പാപങ്ങൾ ഈ ജന്മത്തിലെ പാപങ്ങൾ എല്ലാം ഇല്ലാതായി ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. എല്ലാവരും ഏകാദശി എടുക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.